ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2025 ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാനുള്ള 10 വേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ എൻട്രി സ്കീം എന്ന് പറയുന്നത് NCC സ്പെഷ്യൽ എൻട്രി ആണ്. അതായത് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്സ് അവർക്ക് NCC C സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ മിനിമം ഒരു B ഗ്രേഡ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ NCC സ്പെഷ്യൽ എൻട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൂടാതെ ഗ്രാജുവേഷനിൽ എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം? 50% മാർക്കും ഉണ്ടായിരിക്കണം. NCC C സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആയിരിക്കണം. NCC C സർട്ടിഫിക്കറ്റിൽ B ഗ്രേഡ് എങ്കിലും ഉണ്ടായിരിക്കണം. കൂടാതെ ഗ്രാജുവേഷനിൽ 50% മാർക്ക് ഉണ്ടെങ്കിൽ NCC സ്പെഷ്യൽ എൻട്രി സ്കീമിന് കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ വേ എന്ന് പറയുന്നത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ് ആണ്. അതായത് TGC എന്നറിയപ്പെടും. ഇത് സ്പെസിഫിക്കലി ഫോർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് വേണ്ടി ഉള്ളതാണ്. ഇവിടെ ഡയറക്റ്റ് എൻട്രി ആണ്. അതായത് റിട്ടൺ എക്സാമിനേഷൻ ഇല്ല, ബട്ട് ഒരു SSB ഇന്റർവ്യൂ ഉണ്ട്. ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ് ഫോർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്. മൂന്നാമത്തെയാണ് ടെക്നിക്കൽ എൻട്രി സ്കീം. അതായത് കാൻഡിഡേറ്റ്സ് അവരെന്താണ് 10+2 ക്വാളിഫൈഡ് ആയിരിക്കണം. അതിപ്പം CBSE ആവാം, ICSE ആവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് എക്സാമിനേഷൻ ആവാം, ഏതും ആവാം. പക്ഷെ അതിൽ അവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ സബ്ജക്റ്റുകളിൽ 70% മാർക്ക് ഉണ്ടെങ്കിൽ അവരെന്താണ് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. അത് വേറൊരു മാർക്ക് ഏതാണ്? ടെക്നിക്കൽ എൻട്രി സ്കീം. പിന്നെ ഉള്ളതാണ് ടെറിട്ടോറിയൽ ആർമി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഒരു നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടു നോക്കുക. ഇതെന്ത് ആർക്കുള്ളതാണ്? ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലെങ്കിൽ സെമി ഗവൺമെന്റ് എംപ്ലോയീസ്, പ്രൈവറ്റ് ഫേംസ് ആയിട്ട് ജോലി ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് വേണ്ടിയുള്ളതാണ് ഇത് ടെറിട്ടോറിയൽ ആർമി എന്ന് പറയുന്നത്. 42 വയസ്സ് വരെ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിന് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. കൂടാതെ അഞ്ചാമത്തെ വേ എന്ന് പറയുന്നത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ, അതായത് CDS എക്സാമിനേഷൻ ആണ്. ഇതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് നല്ല രീതിയിലുള്ള ഒരു എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടു നോക്കുക. കൂടാതെ ഇതിൽ UPSC ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു വർഷത്തിൽ 2 തവണ കണ്ടക്ട് ചെയ്യപ്പെടുന്ന എക്സാമിനേഷൻ ആണ് CDS എന്ന് പറയുന്നത്. IMA, INA, AFA, OTA, അതായത് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ഇന്ത്യൻ നേവൽ അക്കാദമി, എയർഫോഴ്സ് അക്കാദമി, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി തുടങ്ങിയവയിലേക്ക് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് നടത്തുന്ന എക്സാം ആണിത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷൻ. ഈ എക്സാം എഴുതി പാസ്സായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ആർമിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഒരു ഓഫീസർ ജോബ്. ഇന്ത്യൻ ആർമിയിൽ ഒരു ഓഫീസർ ആയിട്ടാണ് നമുക്ക് CDS എക്സാം എഴുതി പാസ്സായാൽ ഒരു ഓഫീസർ ആവാനാണ് നമുക്ക് സാധിക്കുന്നത്. സോ നെക്സ്റ്റ് എൻട്രി സ്കീം എന്ന് പറയുന്നത് നാഷണൽ ഡിഫൻസ് അക്കാദമി, NDA എക്സാം ആണ്. അതിൽ കണ്ടക്ട് ചെയ്യുന്നതും UPSC ആണ്. ആനുവലി ട്വൈസ് 2 തവണ കണ്ടക്ട് ചെയ്യപ്പെടുന്ന എക്സാം ആണിത് NDA എക്സാം. പിന്നെ ഇതിൽ ഏജ് ഗ്രൂപ്പ് 16 തൊട്ട് 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അൺമാരിഡ് മെയിൽസ് അല്ലെങ്കിൽ ഫീമെയിൽസ് ആയിരിക്കണം എന്നുണ്ട്. 10 അല്ലെങ്കിൽ +2 പാസ് ആയിരിക്കണം. അവർക്ക് എന്താണ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അതുവഴി ആർമിയുടെ ഒരു ഭാഗമാവാൻ സാധിക്കും. ഏഴാമത്തെ എൻട്രി സ്കീം എന്ന് പറയുന്നതാണ് ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ. ഇത് ലോ ഗ്രാജുവേറ്റ്സിനുള്ളതാണ്. അതായത് LLBയിൽ എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം? 55% മാർക്ക് ഉണ്ടാവണം. കൂടാതെ അവിടെ ഏജ് വരുന്നത് 21 തൊട്ട് 27 വരെ ആയിരിക്കണം. അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ എന്ന ഇന്ത്യൻ ആർമിയുടെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതുവഴി ഇന്ത്യൻ ആർമിയുടെ ഒരു ഭാഗമാവാൻ സാധിക്കും. ഇനി എട്ടാമത്തെ എൻട്രി സ്കീമാണ് സ്പെഷ്യൽ കമ്മീഷൻഡ് ഓഫീസർ. ഇത് 5 വർഷം ഇന്ത്യൻ ആർമിയിൽ സെർവ് ചെയ്തിട്ടുള്ള ആർമി ഓഫീസേഴ്സിന് വേണ്ടിയുള്ളതാണ്. അവരുടെ റാങ്ക് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ് സ്പെഷ്യൽ കമ്മീഷൻഡ് ഓഫീസർ എന്ന് പറയുന്നിട്ടുള്ള ഈ ഒരു ഇന്ത്യൻ ആർമി സ്കീം, എൻട്രി സ്കീം. 9ാമത്തെയാണ് SSC ടെക് എൻട്രി. ഷോർട്ട് സർവീസ് കമ്മീഷൻ നടത്തുന്ന ടെക് എൻട്രി ആണ്. ഇതും എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനുള്ളതാണ്. അൺമാരിഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്രാജുവേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 10ാമത്തെയാണ് ആർമി കേഡറ്റ് കോളേജ് എന്ന് പറയുന്നത്. ഇതിലും ഇന്ത്യൻ ആർമിയിൽ സെർവ് ചെയ്യുന്ന ഓഫീസേഴ്സിനാണ് പറ്റുന്നത്. 2 വർഷമെങ്കിലും സെർവ് ചെയ്തിട്ടുണ്ടാവണം. അവരുടെ ഏജ് വരുന്നത് 20 തൊട്ട് 27 വരെ ആയിരിക്കണം. ഇതാണ് 10 വേസ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ്
NCC സ്പെഷ്യൽ എൻട്രി, രണ്ടാമത്തെ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ്, മൂന്നാമത്തെ ടെക്നിക്കൽ എൻട്രി സ്കീം, നാലാമത്തെ ടെറിട്ടോറിയൽ ആർമി, അഞ്ചാമത്തെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷൻ CDS നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ആറാമത്തെ നാഷണൽ ഡിഫൻസ് അക്കാദമി, ഏഴാമത്തെ ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ, എട്ടാമത്തെ സ്പെഷ്യൽ കമ്മീഷൻഡ് ഓഫീസർ, ഒമ്പതാമത്തെ SSC ടെക് എൻട്രി, പത്താമത്തെ ആർമി കേഡറ്റ് കോളേജ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ UPSC, CSC, CDS, SSC, കേരള PSC റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു.